So next is about watching the birth of a star. അതായത് എവ്രിതിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഹാസ് എ ബർത്ത് ആസ് വെൽ ആസ് ഡെത്ത്. നമുക്കറിയാം അവർ സൺ വിച്ച് ഇസ് എ സ്റ്റാർ ഇസ് നൗ ഇൻ ദ സ്റ്റേജ് ഓഫ് റെഡ് ചേഞ്ച്. അതായത് നമുക്കൊരു സ്റ്റാറിൻ്റെ ഡെത്ത് ബർത്ത് തൊട്ട് ഡെത്ത് വരെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ആൻഡ് നൗ ഇറ്റ് ഇസ് ഇൻ ദ സ്റ്റേജ് ഓഫ് വാട്ട് റെഡ് ചേഞ്ച്. So scientists can see distant stars forming in other parts of space. These stars are being formed from the clouds of dust and gases. So stars എങ്ങനെ ഉണ്ടാവുന്നത് from the clouds of dust and gases. Okay, ഈ ഡസ്റ്റും ഗ്യാസസിൻ്റെയും ഒരു എന്താ പറയുക അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് സ്റ്റാർസ് ഉണ്ടാവുന്നത്. സോ സ്റ്റാർസ് ആർ ബീങ് ഫോംഡ് ഫ്രം എന്തിൽ നിന്നുണ്ടാവുന്നത് ഫ്രം ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. So a cloud of dust and gas in the space is called nebula. So ഒരു സ്റ്റാറിൻ്റെ ബർത്ത് സ്റ്റേജിൽ പറയുന്ന പേരാണ് it is known as what? Nebula. Okay. So a cloud of dust and gas in space is called what? Nebula. So this picture shows one of these clouds of dust and gas, and you can see that young star in the cloud. So നമുക്കറിയാം ഈ സ്റ്റാർ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? From the clouds of dust and gas. And a cloud of dust and gas in the space is called what? Nebula. Okay, so some young stars can also be seen with the flat disk of dust around them. Okay, because നമുക്കറിയാം സ്റ്റാർ എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ഇറ്റ്സ് ഫ്രം cloud of dust and gas. So young stars നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനൊരു ഡിസ്ക് what it is we can see in a flat disk of dust around them. So scientists think our solar system was formed this way. So here this picture shows Orion Nebula, that the stars are being born here. So here we are using certain models to explain this, that the scientists cannot observe a star or solar system forming in an experiment. So instead they use computer to create models. അല്ലേ, നമുക്കൊരു ജസ്റ്റ് ഒരു ആസിഡ് ബേസ്ഡ് ഐട്രേഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ചെയ്യാൻ പോകുന്ന ഒരു ഈസി എക്സ്പെരിമെൻ്റ് ഒന്നും അല്ല ഒരു സ്റ്റാറിൻ്റെ ബർത്ത് ക്രിയേറ്റ് ചെയ്യുക, ഡെത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ വിൽ ബി ക്രിയേറ്റിംഗ് models. Okay, so a model is a way of representing something that is difficult to observe directly. അല്ലേ, നമുക്ക് അതിൻ്റെ ബർത്ത് ഒന്നും അടുത്തിരുന്ന് പോയി കാണാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ അതിൻ്റെ മോഡൽസ് എന്താ ചെയ്യുന്നത്? റീക്രിയേറ്റ് ചെയ്യാണ്. So scientists put many of this non-laws of physics into computer program. The computer uses this information to predict what will happen, and starting with the clouds of dust and gas. അപ്പോൾ നമുക്ക് കുറേ ഫാക്ട്സും ഹൈപ്പോത്തസിസും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ലോസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിംഗ് ചെയ്യും. സോ അങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് ദ മോഡൽ. So the result is a prediction that a star will form surrounded by the planets. So how do the stars and planets form out of dust and gas? അതായത് നമ്മൾ പറഞ്ഞു നെബുല that is formed from the cloud of dust and gas എന്ന് നമ്മൾ പറഞ്ഞു. So how it is formed? എങ്ങനെയാണ് ഈ ഡസ്റ്റും ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റാർ ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. So the picture shows the scientists think our solar system look like as it was forming. ഇങ്ങനെയായിരിക്കും. നമുക്കറിയാം സൺ ഇസ് ഓൾസോ എ സ്റ്റാർ. സോ ഇറ്റ് ഈസ് ഓൾസോ ഫോംഡ് ഫ്രം വാട്ട് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. സോ you can see, that is you saw in section 3.1 that any object can act as a source of what? Gravity. അതിനൊരു മാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് can be acting as what? Source of gravity. All the particles of dust and gas in the pictures have their own weak gravity. അല്ലേ, ഇപ്പോൾ ഡസ്റ്റ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതൊക്കെ പാർട്ടിക്കിൾസ് ആണ്, അപ്പോൾ അതിന് മാസ് ഉണ്ടാവും. സോ ഇറ്റ് ഹാസ് what? A weak gravity. So the particles of dust and gas pull on each other with this weak force due to their own gravity. ഈ ഗ്രാവിറ്റി കാരണം പരസ്പരം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്രിയേറ്റ് ആവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആസ് എ സ്റ്റിക്ക് ടുഗദർ ദിയർ ടോട്ടൽ മാസ് ഇൻക്രീസസ്. അല്ലേ, എല്ലാം കൂടെ സ്റ്റിക്ക് ആകുമ്പം അതിൻ്റെ ടോട്ടൽ മാസ് ഇൻക്രീസ് ആവും. സോ ആസ് മാസ് ഇൻക്രീസസ് ദിസ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് കൂടും. ദാറ്റ് മീൻസ് ദേ അട്രാക്ട് മോർ ഡസ്റ്റ് ആൻഡ് ദ ഗ്യാസ് വിത്ത് എ സ്ട്രോങ്ങർ ഫോഴ്സ്. സോ ഇനി കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഗ്യാസ് പാർട്ടിക്കിൾസിനെയും അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റും ഗ്യാസ് പാർട്ടിക്കിൾസും ഇനീഷ്യൽ സ്റ്റേജ് they will be having a weak force of attraction, and due to their attraction they will be stick together. And after that, when they are stick together, their total mass increases. As the mass increases, what happens, the strength of the gravity also increases. So as this gravity increases, they can attract more dust and gas with a stronger force. So ഇങ്ങനെ അവിടെ നമുക്ക് സ്റ്റാറിൻ്റെ ബർത്ത് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. And after that, what we can see that this starts to form a small ball. Okay, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു ലാർജർ മാസ് ആവും, ആൻഡ് thus its gravity increases, so it can attract more gas and dust particles. So gradually it starts to form a small ball, and gradually this ball get bigger due to this gravitational force of attraction. If the ball get beyond a certain size, it will get hot enough to become a star. ഒരു certain size ന്റെ above പോകുന്ന സമയത്ത് it will become more hot, and it will be hot enough to become a star. Otherwise it will become what? A planet. So ഒന്നില്ലെങ്കിൽ planet ആവും അല്ലെങ്കിൽ star ആവും. Okay, so if the ball get beyond a certain size, it will get hot enough to become a star. Otherwise it will become a planet. It takes a millions of years to form a star or a planet. Okay, അത് ഈ പറയുന്ന പ്രോസസ്സ്, അതായത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ, അതൊരു അട്രാക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ സൈസ് മാസ്സായി മാറുക. ആഫ്റ്റർ ദാറ്റ് ദ ഗ്രാവിറ്റി ഇൻക്രീസ് ആവുന്നു, എഗെയിൻ ഇറ്റ് ഇസ് അട്രാക്ടിങ് ഡ്യൂ ടു ദിസ് ഗ്രാവിറ്റി, സ്ട്രോങ് ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നു. ഇതൊക്കെ ഒരൊറ്റ ദിവസത്തിൽ നടക്കുന്ന പ്രോസസ്സ്, ഒരു മാസത്തിൽ നടക്കുന്ന പ്രോസസ്സ് അല്ല. ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഫോം വാട്ട്? എ സ്റ്റാർ ഓർ എ പ്ലാനറ്റ്. So the most of the facts about the solar system support or agree with this hypothesis. The fact that the Venus spin on its axis in the opposite way to all other planets seem to contradict this hypothesis. അല്ലേ, നമ്മൾ എല്ലാതും ഒരേ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷേ വീനസിൻ്റെ കാര്യത്തിൽ മാത്രം അത് ഓപ്പോസിറ്റ് ആണ്. The contradict is the opposite to of support. It means go against something. Contradict പറഞ്ഞാൽ നമ്മളൊരു റൂൾ പറയുകയാണ്, ഇത് ഈ ഡയറക്ഷനിലാണ് പോകുന്നു പറയുമ്പോൾ, പക്ഷെ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. വീനസിൻ്റെ കാര്യത്തിൽ മാത്രം അതായിരുന്നു ഒബ്സർവേഷൻ. സോ സയൻറ്റിസ്റ്റ് തിങ്ക് ദാറ്റ് പ്ലാനറ്റ് ജുപ്പിറ്റർ ഓൾമോസ്റ്റ് റീച്ച് ദ സൈസ് ടു ബി എ സ്റ്റാർ. അല്ലേ, ഒരു സ്റ്റാറിൻ്റെ സൈസിലോട്ട് ആരെത്തിക്കഴിഞ്ഞു? പ്ലാനറ്റ് ജുപ്പിറ്റർ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, life cycle of stars. So here we can see that the first stage of a star, that is the birth of a star, is named as nebula. We know that the gas, that is the cloud, dust particles and gas combine to form nebula, that is known as this is the birth of a star. So the star forms in nebula from collapsing clouds of interstellar gas and dust. So here the stage of the star is divided into three, that is sun-like stars and huge stars and giant stars. Sun-like star means that is up to 1.5 times the mass of the sun. Okay, സണ്ണിൻ്റെ മാസിന് 1.5 ടൈംസ് കൂടുതലുള്ള സ്റ്റാർസിനെയാണ് നമ്മൾ സൺലൈക്ക് സ്റ്റാർസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്, ബർത്ത് ഓഫ് എ സ്റ്റാർ വിൽ ബി നെബുല, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ടേൺ ടു റെഡ് ജെയിൻറ്റ്. ഇപ്പം നമ്മുടെ സണ്ണിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് റെഡ് ജെയിൻറ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കൺവേർട്ട് ടു പ്ലാനറ്റ് നെബുല, and then white dwarf, and then black dwarf. So ഈ ബ്ലാക്ക് ഡോഫ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് വാട്ട് ഡെത്ത് സ്റ്റാർ ആയി കഴിഞ്ഞു. Any huge stars എന്ന് പറയുമ്പോൾ which is having a mass from 1.5 to 3 times greater than that of the sun, അത് എന്താവും? ഈ റെഡ് ജെയിൻറ്റിൻ്റെ സ്ഥാനത്ത് it will become red super giant, and then after that ഇവിടെ വൈറ്റ് ഡോഫിന് പകരം it will be converting into supernova, then to neutron star. Okay, supernova, then to neutron star. If it is having a mass 3 times more than the sun, സണ്ണിനെക്കാട്ടിലും 3 ടൈംസ് കൂടുതലുള്ള മാസ് കൂടുതലുള്ള സ്റ്റാർസ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും ബർത്ത് സ്റ്റേജ് ഏതാ? നെബുല, ദെൻ ടു റെഡ് ജെയിൻറ്റ്, സൂപ്പർ റെഡ് ജെയിൻറ്റ്, ദെൻ സൂപ്പർ നോവ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കൺവേർട്ട് ടു ബ്ലാക്ക് ഹോൾ. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് കറണ്ട് ആസ്ട്രോഫിസിക്സിൽ കൂടുതലായിട്ട് വരുന്നൊരു ടേമാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇയർ നമ്മൾ ഇതിൻ്റെ പിക്ചറൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാകും, ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഇമേജ്. സോ
സ്റ്റാറിൻ്റെ ഏറ്റവും ഡെപ്തിൽ വരുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അതായത് മാസീവ് സ്റ്റാർസിൻ്റെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ആവും. സോ അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഹോൾ ഇപ്പോഴാണ് നമുക്ക് റീസെൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത്. സോ ബ്ലാക്ക് ഹോൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് ഓൺഗോയിങ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഒരു ലൈഫ് ഓഫ് എ സ്റ്റാർ എന്ന് പറയുന്നത്. സോ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടു അല്ലേ, ജൂപ്പിറ്റർ ഒരു സ്റ്റാറിൻ്റെ സൈസിൻ്റെ അത്ര എത്തി. ബട്ട് അത് എന്തുകൊണ്ട് ഒരു സ്റ്റാർ ആയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇനഫ് മാസ് ഇനിയും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഹോൾഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് സ്റ്റാർ ആവാതെ പോയതും. സോ ഒരു സ്റ്റാർ ആവണമെങ്കിൽ ഇത്ര മാസ് ഫ്യൂസ് ചെയ്യണം, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസും ഡസ്റ്റും ഫ്യൂസ് ചെയ്താൽ മാത്രമേ അതൊരു നെബുലയായി മാറി ദെൻ ഈ കാണുന്ന ഒരു ബർത്ത് ഓഫ് സ്റ്റാർ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, അതായത് ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്യാസ് പാർട്ടിക്കിൾസും കമ്പൈൻ ചെയ്താൽ ഇറ്റ് വിൽ ബി കമ്പൈനിങ് ടു ഫോം ഒരു സ്മോൾ മാസായി മാറും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇൻക്രീസസ് ദ ഗ്രാവിറ്റി ആൻഡ് ദെൻ മോർ പാർട്ടിക്കിൾസ് വിൽ ബി അട്രാക്റ്റഡ് ആൻഡ് കൺവേർട്ടഡ് ടു എ ബോൾ. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ഗ്രാജുവലി ഗ്രോയിങ് ആൻഡ് ഒരു സർട്ടൻ മാസ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹോട്ട് ഇനഫ് ടു ഫോം എ സ്റ്റാർ. സ്റ്റാർ ആയില്ലെങ്കിൽ അതെന്താവും, ഇറ്റ് വിൽ ബിക്കം എ പ്ലാനറ്റ്. അതുകൊണ്ടാണ് അതൊരു പ്ലാനറ്റ്, ജൂപ്പിറ്റർ എന്ന് പോലുള്ളൊരു പ്ലാനറ്റായി മാറിയത്. സോ അതാണ് ജൂപ്പിറ്റർ ഇൻ്റെ കാര്യം. ആൻഡ് ഹിയർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് സ്റ്റാർസ്. സോ ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനല്ല, ഹയർ ക്ലാസ്സസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി എന്താണ് ഈ ബർത്ത് ഓഫ് സ്റ്റാർ, എന്താണ് ഡെത്ത് ഓഫ് സ്റ്റാർ, ബർത്തും, അതായത് എവറിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് ഹാസ് എ ബർത്ത് ആൻഡ് എ ഡെത്ത്. സോ അവിടെ എങ്ങനെയാണ് ഒരു സ്റ്റാറിൻ്റെ റോൾസ്. സോ സ്റ്റാറിന് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നെബുല, ദെൻ റെഡ് ജെയിൻ, then if it is a small star means it will be converted to white dwarf. If it is a big massive star ആണെങ്കിൽ at end it will be converted to black hole. So ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീജിയൻ ഓഫ് എ സ്പേസ് വെർ ഗ്രാവിറ്റി വിൽ ബി മോർ സ്ട്രോങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ആൻഡ് നത്തിങ് ക്യാൻ ബി എസ്കേപ്പ് ഫ്രം ദാറ്റ് ബ്ലാക്ക് ഹോൾ. അതാണ് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള നമ്മുടെ കറൻറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഏരിയ വേർ ദ ഗ്രാവിറ്റി ഈസ് സോ സ്ട്രോങ് ആൻഡ് സോ വാട്ട് വിൽ ഹാപ്പൻ, നത്തിങ് വിൽ എസ്കേപ്പ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. അതുകൊണ്ടാണ് അത് ഈവൻ ലൈറ്റിന് കൂടെ നമ്മൾ പറയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് കൂടെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ കുറച്ചും കൂടി ഡിസ്കവറീസ് റിസർച്ചസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫുൾഫില്ലായിട്ട് നമ്മൾ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഇസ് ഇൻട്രസ്റ്റിംഗ്. കുറച്ച് റിസർച്ച് നിങ്ങൾക്കും ചെയ്യാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ മെസ്സേജ് മീ ചിൽഡ്രൻ.